ഇലക്ട്രിക് ബസ് വിവാദത്തിൽ തിരുവനന്തപുരം മേയർ വി രാജേഷിന് മറുപടിയുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം ലഭിച്ച വണ്ടികൾ മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോയിട്ടില്ല. വണ്ടികളെല്ലാം തിരുവനന്തപുരത്ത് തന്നെയാണ് ഓടുന്നത്. 113 ബസ്സുകളിൽ 3-4 ബസ്സുകൾ മാത്രമാണ് നഗരപരിധിക്ക് പുറത്തേക്ക് പോകുന്നത്. ബസ്സുകൾ വേണമെന്ന് മേയർ എഴുതി തന്നാൽ 24 മണിക്കൂറിനകം 113 ബസ്സുകളും തിരിച്ചു നൽകുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ബസ്സുകൾ കോർപ്പറേഷന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിടാം, ഓടിക്കാം. എന്നാൽ KSRTC ഡിപ്പോകളിൽ ഇടാൻ അനുവദിക്കില്ല. ഈ ബസ് നൽകിയാൽ സർക്കാർ പകരം 150 പുതിയ ബസ്സുകൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. എന്തായാലും നെടുമങ്ങാട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിൻകര താമസിക്കുന്നവരെയും പോത്തൻകോട് താമസിക്കുന്നവരെയും വണ്ടിയിൽ കയറ്റാൻ പാടില്ലെന്ന് പറയാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അങ്ങനെ പറയുകയുമില്ല, മന്ത്രി വ്യക്തമാക്കി. KSRTC ഓടിച്ചുകൊണ്ടിരുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെട്ട ബസ്സുകൾ 113 എണ്ണമാണ്. 50 എണ്ണം KSRTCയുടെ ഉടമസ്ഥയിലുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വാങ്ങിത്തന്നു എന്ന് പറയുന്നതും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്ന് പറയുന്നതും ശരിയല്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കേന്ദ്ര വിഹിതം 500 കോടി രൂപയാണ്. സംസ്ഥാന വിഹിതം 500 കോടിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ 137 കോടി രൂപയും ചിലവഴിച്ചു. കോർപ്പറേഷന്റെ പണവും സംസ്ഥാന വിഹിതവും സംസ്ഥാന ഖജനാവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ 60% തുകയും സംസ്ഥാന സർക്കാരിന്റേതാണ്. താൻ ചുമതലയേൽക്കുമ്പോൾ ഈ വണ്ടികളുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. ഒരു വണ്ടിയുടെ വരുമാനം 2500 രൂപ മാത്രമായിരുന്നു. പ്രത്യേക പ്ലാനിംഗ് ഷെഡ്യൂളിനടക്കം നടപ്പിലാക്കിയതോടെ ഇന്ന് 9000 രൂപ ശരാശരി വരുമാനം ലഭിക്കുന്നുണ്ട്. KSRTCക്ക് പണി കിട്ടിയെന്ന് പറയുന്നത് മണ്ടത്തരമാണ്. KSRTC നഷ്ടത്തിലായത് ഇതുകൊണ്ടൊന്നുമല്ല. ഇത് നിസ്സാരമായ കാര്യമാണ്. KSRTCയുടെ വരുമാന വർധനവ് സംസ്ഥാനമൊട്ടാകെയാണ്. എല്ലാ ഡിപ്പോകളും ലാഭത്തിലാക്കിയെന്ന് KSRTC CMD തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ മെയിൻ്റനൻസ് വളരെ ചിലവേറിയതാണ്. 5 വർഷം ഈ വണ്ടിയുടെ ബാറ്ററി മാറ്റാൻ 28 ലക്ഷം രൂപയാണ് വേണ്ടിവരുന്നത്. ഈ തുകയ്ക്ക് ഡീസൽ മിനി ബസ് ലഭിക്കുമെന്ന് ഓർക്കണമെന്നും ഗണേഷ് കുമാർ പറയുന്നു.